ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഭാരതം കൈവരിച്ച നേട്ടങ്ങൾ അസൂയാവഹമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് തിരുവനന്തപുരത്തെ വിക്രം സാരാഭായി ബഹിരാകാശ ഗവേഷണ കേന്ദ്രം. പല പ്രഗത്ഭമതികളും നയിച്ച ഈ മാതൃസ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ഇരിങ്ങാലക്കുടക്കാരനായ കോപ്പിള്ളിൽ രാധാകൃഷ്ണനാണ്. യുവതലമുറയാണ് നാളത്തെ ദൌത്യങ്ങളുടെ സാരഥികൾ എന്ന് വിശ്വസിക്കുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഭാവി പരിപാടികൾക്ക് ആക്കം കൂട്ടുകയാണ് ഇവിടെ. ഇരിങ്ങാലക്കുടയിൽ പരേതനായ ഡെപ്യൂട്ടി കളക്ടർ കെ.പി. കൃഷ്ണൻകുട്ടി മേനോന്റെയും മുൻ ഡിഇഒ അമ്മിണിയമ്മയുടെയും മകൻ ആദ്യാക്ഷരം കുറിച്ചത് നാഷണൽ ഹൈസ്കൂളിലാണ്. പിന്നീട് ക്രൈസ്റ്റ് കോളേജിൽ പ്രീ ഡിഗ്രി, തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം. രാജ്യത്തെ ഏറ്റവും മഹത്തായ റോക്കറ്റ് ഗവേഷണ കേന്ദ്രത്തിൽ 1971 ആദ്യ ജോലി. റോക്കറ്റിന്റെ നിയന്ത്രണ സംവിധാനത്തിന്റെ ബാലപാഠങ്ങൾ കണ്ടും കേട്ടും ചെയ്തും പഠിച്ച ആ നാളുകൾ അനേകം പ്രതിഭാധനന്മാരുമായി സമ്പർക്കത്തിലേർപ്പെടാൻ അവസരമൊരുക്കി. സാങ്കേതിക മികവുകൾക്ക് മാറ്റുകൂട്ടാൻ ആ കാലത്ത് തന്നെ ബാംഗ്ലൂരിലെ IIM-ൽ നിന്ന് MBA നേടി, പിന്നീട് PhD. ബാംഗ്ലൂരിൽ ISROയുടെ സാമ്പത്തിക വിഭാഗത്തിന് നേതൃത്വം നൽകിയ കാലത്ത് പ്രഗത്ഭമതികളായ 3 ചെയർമാൻമാരുമായി അടുത്ത് പ്രവർത്തിക്കാൻ ഭാഗ്യമുണ്ടായി. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാനായ ഡോക്ടർ G. മാധവൻ നായരുടെ നേതൃത്വ പാടവവും സാമീപ്യവും ഡോക്ടർ രാധാകൃഷ്ണന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തും പ്രചോദനവും നൽകുന്നു. ബഹിരാകാശ ഗവേഷണം സാധാരണക്കാരന് എന്ന ഡോക്ടർ സാരാഭായിയുടെ ലക്ഷ്യം ഡോക്ടർ രാധാകൃഷ്ണന്റെ ദൌത്യമായി. മാനത്തെ കണ്ണുകളായ ഉപഗ്രഹങ്ങൾ ഒപ്പിയെടുക്കുന്ന ചിത്രങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന റിമോട്ട് സെൻസിംഗ് സെന്ററുകളുടെ ഉപജ്ഞാതാവായി. പിന്നീട് കടലിലെ മത്സ്യങ്ങളുടെ ബാഹുല്യം കണക്കാക്കുന്ന, ആ വിവരം ആവശ്യക്കാർക്കെത്തിക്കുന്ന ഇൻകോയിസിന്റെ സ്ഥാപക ഡയറക്ടറായി. മികവും കഴിവും അറിവും കടലിനക്കരെയും ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെ ഇന്ത്യൻ സമുദ്ര നിരീക്ഷണ സംവിധാനമായ അയോഗൂസിന്റെ സ്ഥാപക ചെയർമാനായി. 131 അംഗരാഷ്ട്രങ്ങളുള്ള യുനെസ്കോയുടെ ഓഷ്യാനോഗ്രാഫിക് കമ്മീഷന്റെ ഏറ്റവും മുതിർന്ന ഉപാധ്യക്ഷനായി 4 വർഷത്തെ സ്തുത്യർഹമായ സേവനം. സുനാമി മുന്നറിയിപ്പ് സംവിധാനത്തിൽ ഇന്ത്യയെയും പിന്നീട് ഇന്ത്യൻ സമുദ്രത്തിലെ എല്ലാ രാഷ്ട്രങ്ങളെയും പ്രതിനിധീകരിച്ചു. വിദൂര സംവേദനം കൂടുതൽ ഉപയോഗപ്രദമാക്കാൻ പ്രാപ്തി നേടിയ അദ്ദേഹം പിന്നീട് നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയുടെ ഡയറക്ടറായി. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ പഞ്ചാരിമേളവും ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിലെ കളിയരങ്ങും മനസ്സിലേക്ക് ആവാഹിച്ച ആ ബാലൻ 12 വയസ്സുള്ളപ്പോൾ നൃത്തത്തിൽ സംസ്ഥാനതലത്തിൽ ഒന്നാമനായി. ചുട്ടികുത്തിയാൽ മാത്രം മതി ഡോക്ടർ രാധാകൃഷ്ണന് ദമയന്തിയും ദൂതനും ഹനുമാനും കുചേലനും മറ്റുമാവാൻ. ശാസ്ത്രജ്ഞനായ ഡോക്ടർ രാധാകൃഷ്ണൻ കളിവിളക്കിനു മുന്നിൽ പരശുരാമനും ഭീമനും ദക്ഷനും ബ്രാഹ്മണനുമായി ആടിത്തിമിർക്കും. ത്യാഗരാജാരാധനയിലും ഭക്തിഗീതത്തിലും ഉണർന്ന സംഗീതത്തിന് വേദിയിലും പുറത്തും നിരവധി ആസ്വാദകരുണ്ടായി. ഓരോ സംഗീത സദസ്സും അവർക്ക് പുതിയ അനുഭവമായി. സാങ്കേതിക മികവുകൾക്കും ശാസ്ത്ര നേട്ടങ്ങൾക്കും നിരവധി ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തി. പല പ്രശസ്ത വ്യക്തികളുടെയും സാമീപ്യം അദ്ദേഹം കണ്ടറിഞ്ഞു. അറിവും കഴിവും അദ്ദേഹത്തെ മുൻനിരക്കാരനാക്കി. മാനത്തുനിന്ന് ഭൂമിയിലെ മുത്തുകൾ പെറുക്കിയെടുത്ത ഡോക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പുതിയ നിയോഗത്തിൽ ആകാശത്ത് നക്ഷത്രങ്ങളെ നോട്ടമിടുകയാണ്. കൂടുതൽ കൃത്യമായി, കൂടുതൽ ഭാരം, കൂടുതൽ ദൂരെ എത്തിക്കുകയാണ് ഇനിയത്തെ ദൌത്യം. ഭാവനയിൽ കണ്ടതെല്ലാം സഫലമാക്കാൻ ആ കൈകൾക്ക് കരുത്തുണ്ടാകട്ടെ.